ഗ്രഹങ്ങളുടെ ദൃഷ്ടി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, ഗ്രഹനിലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഗ്രഹനില എടുക്കുന്നത് ഒരാൾ ജനിക്കുമ്പോൾ ആ ഗ്രഹങ്ങൾ ഏതൊക്കെ രാശികളിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ എത്ര ഡിഗ്രികളിലാണ് നിൽക്കുന്നത്, അങ്ങനെയാണ് ഗ്രഹനില എടുക്കുന്നത്. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഗ്രഹനില എന്ന് പറയുന്നത് ഗ്രഹങ്ങൾ ഏതൊക്കെ രാശികളിലാണ് നിൽക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോഴും ആ നിൽക്കുന്ന രാശിയിൽ എന്തുണ്ടാവും, ആ ഗ്രഹങ്ങളുടെ കാരകത്വങ്ങൾ അവിടെ സപ്ലൈ ചെയ്യും. നമ്മൾ ഗ്രഹങ്ങളുടെ കാരകത്വം നമ്മൾ പഠിച്ചു. ആ ഗ്രഹങ്ങളുടെ കാരകത്വം ആ രാശിക്ക് ആ ഗ്രഹം പ്രദാനം ചെയ്യും. ആ ഗ്രഹത്തിന് അതാണ് കൊടുക്കാൻ പറ്റുന്നത്. ഉദാഹരണത്തിന് എന്താണ് ഉദാഹരണം പറയാൻ പറ്റുന്നത്? ഉദാഹരണത്തിന് സൂര്യൻ ഇവിടെ ഈ രാശിയിൽ നിൽക്കുന്നു. അപ്പം എന്ത് ചെയ്യും? ആ സൂര്യൻ്റെ കാരകത്വങ്ങൾ എന്ത് ചെയ്യും? ആ ജാതകന് ഈ രാശിയിൽ പ്രദാനം ചെയ്യും. അല്ലെങ്കിൽ സൂര്യദശാകാലം വരുമ്പോൾ ഈ പറഞ്ഞ സൂര്യൻ്റെ കാരകത്വങ്ങൾ ആ ജാതകന് അനുഭവത്തിൽ വരും. അല്ലെങ്കിൽ പൊതുവെ ജീവിതത്തിലും ഈ സൂര്യൻ്റെ കാരകത്വങ്ങൾ, ആ സൂര്യൻ്റെ ബലമനുസരിച്ച് മറ്റ് പല കണ്ടീഷൻസുണ്ട്. അതൊക്കെ നമ്മൾ പിന്നെ പഠിക്കും. ബന്ധുക്ഷേത്രം, ശത്രുക്ഷേത്രം ഒക്കെ വരുന്നുണ്ട്. ആ സൂര്യന് എത്രമാത്രം ബലമുണ്ട്, അങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ട്. അതെല്ലാം നോക്കി ആ ഗ്രഹം എന്ത് ചെയ്യും? ആ ജാതകന് ആ ഫലം പ്രദാനം ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദൃഷ്ടിയാണ്. ദൃഷ്ടി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രഹം ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ആ ഗ്രഹത്തിന് ഇൻഫ്ലുവൻസ് ഉള്ളത് ആ ഗ്രഹം നിൽക്കുന്ന രാശിയിൽ മാത്രമല്ല, പിന്നെ ആ ഗ്രഹത്തിൻ്റെ ദൃഷ്ടി പല സ്ഥലത്തേക്ക് പോകും. പല രാശിയിലേക്ക് ആ ഗ്രഹത്തിന് ദൃഷ്ടി വരും. എല്ലാ ഗ്രഹങ്ങൾക്കും ദൃഷ്ടിയുണ്ടല്ലോ. അതെ, ഉണ്ട്. അതെ, എല്ലാ ഗ്രഹങ്ങൾക്കും ദൃഷ്ടിയുണ്ട്. എല്ലാ ഗ്രഹങ്ങൾക്കും ദൃഷ്ടിയുണ്ട്. അപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് കൊടുത്തിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ആ ഗ്രഹങ്ങളുടെ എല്ലാം ദൃഷ്ടി നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏഴെന്ന് പറയുന്ന സംഖ്യ എല്ലാത്തിനും കോമൺ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാ ഗ്രഹങ്ങൾക്കും 7 എന്ന് പറയുന്ന നമ്പർ കോമൺ ആയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? 7 ആ ഗ്രഹം നിൽക്കുന്ന രാശിയിൽ നിന്ന് 7ാമത്തെ രാശിയിലേക്ക് ആ ഗ്രഹത്തിന് ദൃഷ്ടിയുണ്ട്. ദൃഷ്ടിയുണ്ടെന്ന് പറഞ്ഞാൽ ആ രാശിയിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ആ രാശിയിലേക്ക് ആ ഗ്രഹത്തിൻ്റെ കാരകത്വങ്ങൾ കുറച്ചൊക്കെ കൊടുക്കും. അതാണ് പറയുന്നത്. അപ്പോൾ ആ ഗ്രഹം നിൽക്കുന്ന രാശിയിലും ആ ഗ്രഹത്തിന് പിന്നെ ദൃഷ്ടിയുള്ള രാശിയിലും ആ ഗ്രഹത്തിൻ്റെ കാരകത്വങ്ങൾ പ്രദാനം ചെയ്യും. മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലായില്ലേ? ദൃഷ്ടി എന്ന് പറഞ്ഞാൽ ഈ നോട്ടമല്ലേ? നോട്ടം. അത് തന്നെ. അതിനൊരു എന്താ പറയുന്ന ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് അങ്ങോട്ടും കൂടെ. മനസ്സിലായോ? ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ നിൽക്കുന്നിടത്തേക്ക് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുപോലെ ഈ പറഞ്ഞ ദൃഷ്ടിയുള്ള സ്ഥലങ്ങളിലേക്കും അല്ലെങ്കിൽ ദൃഷ്ടിയുള്ള രാശികളിലേക്കും ആ ഗ്രഹത്തിന് എന്തുണ്ട്? ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അതിൻ്റെ ഒരു ബലം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ ബലം എന്നുള്ളത് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. ഇപ്പോൾ 2 രീതിയിലും വരാം. ആ ഗ്രഹത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് ഗുണമായിരിക്കാം, ചിലപ്പോൾ ദോഷമായിരിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് പാപഗ്രഹമാണെങ്കിൽ ആ ദൃഷ്ടി ചെയ്യുന്നിടത്ത് ചില പ്രശ്നങ്ങളുണ്ടാവും. ശുഭഗ്രഹമാണെങ്കിൽ ആ ദൃഷ്ടി ചെയ്യുന്ന രാശിയിൽ ചില ഗുണഫലങ്ങൾ ചെയ്യും.
അപ്പോൾ പാപഗ്രഹം ദൃഷ്ടി ചെയ്താൽ എപ്പോഴും മോശമായിട്ടുള്ള ഫലം വരണം നിർബന്ധമില്ല, എങ്കിലും ചില കാര്യങ്ങൾക്കത് തടസ്സമായിട്ട് വരും. മനസ്സിലായോ? മനസ്സിലായി. ഉദാഹരണത്തിന് വിവാഹ കാര്യങ്ങളൊക്കെ എടുക്കുവാണെങ്കിൽ വിവാഹത്തിൻ്റെ ഭാവം എന്ന് പറയുന്നത് 7ാം ഭാവം എന്ന് പറയും. അതായത് നമ്മൾ ഗ്രഹനില എടുത്ത് നോക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഗ്രഹനില എടുക്കുകയാണെങ്കിൽ ലഗ്നം എന്ന് പറയും. നമ്മൾ പഠിക്കാൻ പറ്റുന്നുള്ളൂ ഭാവങ്ങൾ. ആ ലഗ്നത്തിൻ്റെ 7ാം ഭാവത്തിലാണ് ഇവിടുന്ന് 7 എന്ന് പറയുമ്പോൾ ഇവിടെ എത്തും. ഇതാണ് 7 ഈ രാശിയിൽ. അപ്പോൾ ഈ രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ആരാണ്? വ്യാഴം ഇവിടെ നിന്ന് ഈ 7ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ അവിടെ വ്യാഴം ഒരു ശുഭഗ്രഹമാകുന്നതുകൊണ്ട് നമുക്ക് 7ാം ഭാവത്തിൽ ശുഭകരമായിട്ടുള്ള ഒരു ഇഫക്റ്റ് ആയിരിക്കും ഈ വ്യാഴം അവിടെ കൊടുക്കുന്നത്. അതേസമയം ശനി, ചൊവ്വ അങ്ങനെയുള്ള ഗ്രഹങ്ങളാണ് ദൃഷ്ടി ചെയ്യുന്നതെങ്കിൽ അത് 7ാം ഭാവത്തിൽ അല്ലെങ്കിൽ വിവാഹത്തിന് അല്ലെങ്കിൽ ദാമ്പത്യത്തിന് ചില മങ്ങലുകൾ ഏൽപ്പിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ബാക്കി അങ്ങനെ ഓരോ, അപ്പോൾ 7 എന്ന് പറയുന്നത് ആ ഗ്രഹനിലയിൽ ഗ്രഹം എവിടെ നിൽക്കുന്നതോ ആ നിൽക്കുന്ന രാശിയിൽ നിന്ന് തന്നെ എണ്ണണം 1 എന്ന് പറയുന്നത്. ആ നിൽക്കുന്ന രാശിയിൽ നിന്ന് തന്നെ 1 എണ്ണണം. ഉദാഹരണത്തിന് ഇവിടെ 7 എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഇതാണ് 1, 1, 2, 3, 4, 5, 6, 7 ഉണ്ടോ? അതാണ് 7 എന്ന് പറയുന്ന രാശി. ആ 7 എന്ന് പറയുന്ന രാശിയിലേക്ക് വ്യാഴത്തിന് ദൃഷ്ടിയുണ്ട്. ദൃഷ്ടിയുണ്ട് എന്ന് പറഞ്ഞാൽ വ്യാഴം അവിടെ ചില ഫലങ്ങൾ തരും. വ്യാഴം ശുഭഗ്രഹമാകുന്നതുകൊണ്ട് അങ്ങോട്ടേക്ക് മിക്കവാറും ശുഭകരമായിട്ടുള്ള ഫലം ഈ രാശിയിലേക്ക് കൊടുക്കും. അപ്പം അതാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ഇവിടെ ആദിത്യൻ 7ലേക്ക് ദൃഷ്ടിയുണ്ട്, ചന്ദ്രൻ 7ലേക്ക് ദൃഷ്ടിയുണ്ട്, കുജൻ അല്ലെങ്കിൽ ചൊവ്വയ്ക്ക് 7ലേക്ക് ദൃഷ്ടിയുണ്ട്. അങ്ങനെ എല്ലാ ഗ്രഹങ്ങൾക്കും 7ലേക്ക് ദൃഷ്ടിയുണ്ട്. അതുകൂടാതെ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ശനിക്കും സ്പെഷ്യൽ അല്ലെങ്കിൽ പ്രത്യേക ദൃഷ്ടി കൂടെയുണ്ട്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കുജന് 4ലേക്കും ദൃഷ്ടിയുണ്ട്, അതുപോലെ തന്നെ 8ലേക്കും ദൃഷ്ടിയുണ്ട്. അതുപോലെ വ്യാഴത്തിന് 5ലേക്കും ദൃഷ്ടിയുണ്ട്, 7 കൂടാതെ 9ലേക്കും ദൃഷ്ടിയുണ്ട്. അതിന് വിശേഷ ദൃഷ്ടിയുണ്ട്. അതുപോലെ ശനിക്ക് 3ലേക്ക് ദൃഷ്ടിയുണ്ട്, പിന്നെ 7 കൂടാതെ 10ലേക്കും ദൃഷ്ടിയുണ്ട്.